ബിൽ ഗേറ്റ്സ്, ഐസക് ന്യൂട്ടൺ, മൈക്കലാഞ്ചലോ, മൊസാട്ട്, എലോൺ മസ്ക് ഇവരൊക്കെ ചെറുപ്പത്തിൽ ഓട്ടിസ്റ്റിക് ആയിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? April 2 വേൾഡ് ഓട്ടിസ്റ്റിക് അവയർനെസ് ഡേ. എത്ര പേർക്ക് ഓട്ടിസത്തെ കുറിച്ച് അറിയാം? ഇപ്പോഴും ഓട്ടിസം എന്ന് കേൾക്കുമ്പോൾ നമ്മളൊരു ഭയത്തോടു കൂടെയല്ലേ അതിനെ കാണുന്നത്. ഓട്ടിസത്തെ ഇത്രയും ഭയക്കേണ്ട ആവശ്യമുണ്ടോ? ഇന്ന് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ ഓട്ടിസത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഈ ഏപ്രിൽ മന്ത് മുഴുവനും നമ്മൾ ഓട്ടിസ്റ്റിക് അവയർനെസ് മന്ത് ആയിട്ട് കൊണ്ടാടുന്നത്. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളുടെ പേരൻസിന് വേണ്ടി ഒരു പ്രത്യേകമായിട്ട് കുറച്ച് ടിപ്സ് തരാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഇനി ഓട്ടിസ്റ്റിക് കിഡ്സിന് മാത്രമല്ല കേട്ടോ, ഇന്നത്തെ നമ്മുടെ പല കുഞ്ഞുങ്ങളിലും ഓട്ടിസ്റ്റിക് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പോലും സോഷ്യൽ ഫങ്ഷനിങ്ങിലും അതുപോലെ തന്നെ, അതായത് സാമൂഹ്യമായിട്ട് ഇടപെടാനുള്ള കഴിവ്, അതുപോലെ തന്നെ അവരുടെ കമ്മ്യൂണിക്കേഷൻ, മറ്റുള്ളവരുമായിട്ട് ആശയവിനിമയം നടത്താനുള്ള കഴിവ്, അതുപോലെ തന്നെ പലപ്പോഴും ഇൻ്റലക്ച്വൽ ലെവലിലും ഇങ്ങനെ പല പ്രശ്നങ്ങളും കണ്ടുവരാറുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ എൻ്റെ അടുത്ത് മാതാപിതാക്കൾ വരുന്നത് കുട്ടികളുടെ സോഷ്യൽ ഫങ്ഷനിങ് ശരിയല്ല, അതുപോലെ അവർക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കിഡ്സുള്ള പേരൻസിന് മാത്രമല്ല, നമുക്ക് എല്ലാ പേരൻസിനും ഫോളോ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഫസ്റ്റ് തിങ് ഈസ് ഗിവ് ഇറ്റ് സം ടൈം. പലപ്പോഴും നമുക്കങ്ങ് വെപ്രാളമാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ അങ്ങ് ഡെവലപ്ഡ് ആക്കി എടുക്കാൻ, അല്ലെങ്കിൽ അവരെ ഏറ്റവും മികച്ചതാക്കി മാറ്റാൻ പേരൻസ് ആകുന്ന നമുക്കൊരു വെപ്രാളമില്ലേ? ആ വെപ്രാളം വേണ്ട. ഇതിന് കുറച്ച് സമയം കൊടുക്കണം. ഡെവലപ്മെൻറ്റ്സ് അതിൻ്റെ ഓരോ സ്റ്റേജസിലായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ പല ടെക്നിക്സും പല ടിപ്സും ട്രൈ ചെയ്യേണ്ടതായിട്ട് വരും. അത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തതിന് ശേഷം നമ്മൾ കണ്ടെത്തണം അതിനകത്ത് ബെസ്റ്റ് ഏതാണ്, എൻ്റെ കുഞ്ഞിന് കസ്റ്റമൈസ്ഡ് ആയിട്ട് ഏതാണ് ബെസ്റ്റായിട്ട് വരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് നമ്മൾ മാറി നിന്നാൽ പറ്റത്തില്ല. ക്ലോസ്ലി നമ്മുടെ കുഞ്ഞുങ്ങളെ മോണിറ്റർ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അതാണ് നമ്മളുടെ സെക്കൻഡ് ടിപ്പ്. ബി അലോങ് വിത്ത് യുവർ കിഡ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടെ നടക്കണം, എസ്പെഷ്യലി അവരുടെ ആദ്യത്തെ 1000 ദിനങ്ങൾ, അതുകൂടാതെ അവരുടെ 6 വയസ്സ് വരെയുള്ള കാലഘട്ടം, പിന്നെ 10 വയസ്സ് വരെ നമ്മൾ ഇവരുടെ കൂടെ നടക്കണം. ബി അലോങ് വിത്ത് യുവർ കിഡ്. നമ്മൾ ചെയ്യുന്ന എല്ലാ ഡെയിലി ആക്ടിവിറ്റീസിലും നമ്മളുടെ കുഞ്ഞിനെ കൂടെ കൂട്ടിയാൽ നമ്മൾക്ക് കുഞ്ഞിനെ ക്ലോസ്ലി മോണിറ്റർ ചെയ്യാനും നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനും അതിലൂടെ എന്താണ് എൻ്റെ കുഞ്ഞിന് ബെസ്റ്റായിട്ടുള്ളതെന്ന് കണ്ടെത്താനും സാധിക്കും. ഈ 2 ടിപ്പുകൾ നമ്മൾ നന്നായിട്ട് ഫോളോ ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ് ടേക്ക് സം ഫൺ ആക്ടിവിറ്റീസ് ഇൻ ടു ദ ഷെഡ്യൂൾ. നമ്മൾ എപ്പോഴും ഇങ്ങനെ കറക്ഷനാണ് നമുക്കിഷ്ടം. നീ ചെയ്തത് അത് ശരിയായില്ല, നീ ചെയ്ത് ഇത് ശരിയായില്ല, അങ്ങോട്ട് നിൽക്കുക ഇങ്ങോട്ട് നിൽക്കുക, ഇത് ചെയ്യുന്നൊക്കെ നമ്മൾ പറയും. അതല്ല, നമ്മൾ കുറച്ച് ഫണ്ണി ആയിട്ട് ഇവരുമായിട്ടൊരു കണക്ഷൻ, നമ്മുടെ കുഞ്ഞുങ്ങളാണ്, അതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് ചിന്തിക്കരുത്. എപ്പോഴും നല്ല ഫണ്ണി ആയിട്ടുള്ള സിറ്റുവേഷൻസും ഫണ്ണി ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസും ഇൻട്രാക്ഷൻസും ഒക്കെയാണ് പേരൻറ്റ് ചൈൽഡ് ആണെങ്കിൽ പോലും നമ്മളുടെ റിലേഷൻഷിപ്പിനെ സ്മൂതൻ ചെയ്യുന്നത്, സ്ട്രെങ്തൻ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളുടെ എല്ലാ ഏരിയാസിലും നമ്മളിവരെ കൊണ്ടു നടക്കുമ്പോൾ, അവരുടെ കൂടെ ആയിരിക്കുമ്പോൾ എപ്പോഴും കറക്ഷന് മാത്രം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ കണക്റ്റഡ് ആകുക. എങ്ങനെയാണ് നമുക്ക് കണക്റ്റഡ് ആകാൻ പറ്റുന്നത്? ചില ഫൺ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലൂടെ. ഒരിക്കലൊരു പേരൻറ്റ് പറഞ്ഞ പോലെ, പേരൻറ്റും കുഞ്ഞും കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണമെന്ന് തെറപ്പിസ്റ്റ് പറഞ്ഞു വിട്ടു. ഒരാഴ്ചയ്ക്ക് ശേഷം വന്ന് പറഞ്ഞു, ഞങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇവരുടെ റിലേഷൻഷിപ്പിൽ ഒരു മാറ്റവും ഇല്ല. അപ്പോൾ എന്താണ് നിങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഒരുമിച്ചിരുന്ന് TV കണ്ടു. നോ, അങ്ങനെയല്ല. നമുക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന, എസ്പെഷ്യലി ഒരു നല്ല രീതിയിലുള്ള ടൈറ്റ് റിലേഷൻഷിപ്സ് വരണമെങ്കിൽ, ക്ലോസ് റിലേഷൻഷിപ്സ് വരണമെങ്കിൽ നമ്മൾ കുറച്ച് ഫൺ ആക്ടിവിറ്റീസ് നമ്മളുടെ ഡെയിലി ഷെഡ്യൂളിലേക്ക് കൊണ്ടുവരേണ്ടത് വളരെ ആവശ്യമാണ്. അങ്ങനെ കൊണ്ടുവരുമല്ലോ. ഇങ്ങനെ നമ്മളൊരു ക്ലോസ് റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകുമ്പം നമുക്ക് കിട്ടുന്ന അടുത്തൊരു വലിയ പോയിൻ്റാണ് വി ക്യാൻ ഫോക്കസ് ഓൺ പോസിറ്റീവ്. നമുക്ക് പോസിറ്റീവിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും കൂടുതൽ ഓപ്റ്റിമിസ്റ്റിക് ആവും. പല പേരൻസും എൻ്റെ അടുത്ത് വന്ന് പറയുന്നൊരു പ്രശ്നമാണ്, എൻ്റെ മോൻ അതാണ് അവൻ്റെ പ്രശ്നം, ഇതാണ് അവൻ്റെ പ്രശ്നം, അങ്ങനെ ചെയ്യത്തില്ല, ഇങ്ങനെ ചെയ്യത്തില്ല. നെഗറ്റീവ്സിൻ്റെ ഒരു കൂമ്പാരമാണ് അവരുടെ കുട്ടികളെക്കുറിച്ച് പറയുന്നത്. നിങ്ങളുടെ കുട്ടിക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഉണ്ടോ, അത് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ഇവരിങ്ങനെ ബ്ലണ്ടായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് ഇല്ലാത്തത് കൊണ്ട്, ഒരു മോണിറ്ററിങ് ഇല്ലാത്തത് കൊണ്ട് അവരുടെ ബെസ്റ്റിനെ കാണാൻ
കാണാനോ അവരുടെ പോസിറ്റീവ്സിനെ കാണാനോ നമുക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ 3 ടെക്നിക്കും 3 ടിപ്സും നിങ്ങൾ അങ്ങനെ ഫോളോ ചെയ്യുവാണെങ്കിൽ അടുത്ത നമുക്ക് ബോണസായിട്ട് കിട്ടുന്ന ഒരു പോയിന്റാണ് നമുക്ക് വി ക്യാൻ ഫോക്കസ് ഓൺ പോസിറ്റീവ്സിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ പോസിറ്റീവ്സിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് മാറാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള നമ്മുടെ ഇന്ന് ലോകം കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ആൽബർട്ട് ഐൻസ്റ്റീനെ ആ ഒരു നിലയിലേക്ക് കൊണ്ടെത്തിച്ചത് വേറെ ആരുമല്ല, അദ്ദേഹത്തിൻ്റെ മാതാവായ പൗലീനാണ്. പൗലീൻ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയ ടെക്നിക്കാണ് ആളെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തത്, പോസിറ്റിവിറ്റിയിലേക്ക് ഫോക്കസ് ചെയ്തു. ഐൻസ്റ്റീന് സ്കൂളിൽ നിന്ന് കിട്ടിയ ലെറ്ററിൻ്റെ കഥയൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ടീച്ചേഴ്സ് എഴുതി വിട്ടു, ഈ കുട്ടിയെ ഇങ്ങനത്തെ മരമണ്ടനായിട്ടുള്ള കുട്ടിയെ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിക്കത്തില്ല, ഇനി സ്കൂളിലേക്ക് അയക്കേണ്ട. അമ്മ മകനോട് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, നിന്നെപ്പോലെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ഉതകുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അത്രയ്ക്ക് എലിജിബിൾ ആയിട്ടുള്ള ടീച്ചേഴ്സ് നിൻ്റെ സ്കൂളിലില്ല, സോ ഇന്നു മുതൽ ഞാനാണ് നിൻ്റെ ടീച്ചർ. അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ജൈത്രയാത്രയിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് നിന്നത് പൗലീൻ എന്ന് പറയുന്ന ഐൻസ്റ്റീൻ്റെ അമ്മ തന്നെയാണ്. സോ നമുക്ക് ഈ പോസിറ്റീവ്സിലേക്ക് ഫോക്കസ് ചെയ്യാൻ ഐൻസ്റ്റീന് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു. ആ പ്രായത്തിനൊത്തുള്ള വായനയില്ലായിരുന്നു, വായിക്കാനായിട്ടുള്ള കഴിവില്ല, എഴുതാൻ കഴിവില്ല, ഒറ്റ നോട്ടത്തിൽ ഒരു മന്ദബുദ്ധിയെ പോലെ തോന്നിയിരുന്നു. പക്ഷേ അമ്മ അതൊന്നും അല്ല ശ്രദ്ധിച്ചത്. അവനിലുള്ള പോസിറ്റീവ്സ് മനസ്സിലാക്കുകയും കൂടുതൽ പഠിപ്പിക്കാനും മീൻസ് എന്താണോ ആ സ്കില്ലിനെ അവൻ്റെ ഉള്ളിലുള്ള ആ ക്യൂരിയോസിറ്റി, ഇൻവെൻറ്റിംഗ് ആയിട്ടുള്ള കഴിവ്, ആ ഒരു സ്കില്ലിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരാനായിട്ട് അമ്മ ശ്രമിച്ചപ്പോൾ നമുക്ക് നല്ലൊരു സയൻറ്റിസ്റ്റിനെ, വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ഇന്നും ഐൻസ്റ്റീനോളം കണ്ടുപിടുത്തങ്ങൾ ആർക്കും നടത്താൻ സാധിച്ചിട്ടില്ല, അത്രയും ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റിനെയാണ് നമുക്ക് കിട്ടിയത്. സോ നമുക്ക് പോസിറ്റീവ്സിലേക്ക് ഫോക്കസ് ചെയ്യാം. കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പോസിറ്റീവ്സ് മനസ്സിലാവൂ. ഇതെല്ലാം ശരിയാണ്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ലുക്ക് ഇൻ ടു റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല, നിങ്ങൾ പേരൻസ് നിങ്ങളിലേക്ക് തന്നെ ഒന്ന് നോക്കേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം, സ്പെഷ്യൽ കിഡ്സിൻ്റെ പേരൻസ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് അമ്മമാർ ഈ കുഞ്ഞുങ്ങളെ കെയർ ചെയ്യുന്നതിൽ ഇങ്ങനെ പുറകെ നടന്ന് അവരെക്കുറിച്ച് അവർ ചിന്തിക്കുക പോലും ചെയ്യാറില്ല. അങ്ങനെയല്ല, യു ഷുഡ് ഡെലിഗേറ്റ്. നമ്മൾ ഇത് ഡെലിഗേറ്റ് ചെയ്യണം. കുറച്ച് സമയമെങ്കിലും മറ്റുള്ള ആരെയെങ്കിലും നമ്മളുടെ കുഞ്ഞിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുക്കുകയും ആ സമയം നിങ്ങളുടെ സെൽഫ് ലവിനും സെൽഫ് ഇംപ്രൂവ്മെൻറ്റിനും വേണ്ടി ചിലവാക്കേണ്ടത് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. കാരണം ഇത് സ്പെഷ്യൽ കിഡ്സിൻ്റെ പേരൻസിന് മാത്രമല്ല കേട്ടോ, നമുക്ക് എല്ലാ പേരൻസിനും ഫോളോ ചെയ്യേണ്ടുന്ന ഒരു ടിപ്പാണ്. കാരണം ഇല്ലെങ്കിൽ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയി പോകാനുള്ള ഒരു രീതി, അത്തരത്തിൽ നമ്മളൊരു വല്ലാത്ത എക്സോഷനിലേക്കൊക്കെ എക്സോസ്റ്റ് ആകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ടേക്ക് സം ടൈം ഫോർ യുവർ സെൽഫ്. നമ്മൾ പേരൻ്റ് ആണെങ്കിലും നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില സമയം എടുക്കേണ്ടത് ആവശ്യമാണ്. അത് വേറൊന്നിനുമല്ല, നമ്മൾ കുറച്ചും കൂടെ ഹാപ്പിയായി, നമ്മൾ കുറച്ചും കൂടെ വെന്റിലേറ്റ് ആയെങ്കിൽ മാത്രമേ നമുക്ക് വീണ്ടും നമ്മുടെ കുഞ്ഞുങ്ങളെ ഏറ്റവും നന്നായിട്ട് കെയർ ചെയ്യാനും അവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകാനായിട്ടും സാധിക്കത്തുള്ളൂ. സോ ഈ ടിപ്സ് സ്പെഷ്യൽ കിഡ്സിൻ്റെ പേരൻസിനും എല്ലാ പേരൻസിനും ഫ്രൂട്ട്ഫുള്ളായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഈ ടിപ്സുകളെല്ലാം ഫോളോ ചെയ്യാൻ പറ്റട്ടെ. അങ്ങനെ നമ്മുടെ പേരൻറ്റിങ്ങിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങൾ കൂടുതൽ ഡെവലപ്പ് ആവാൻ സാധിക്കട്ടെ. അപ്പോൾ എല്ലാ പേരൻസിനും ഇത് ഷെയർ ചെയ്യുമല്ലോ. താങ്ക് യു.